നമ്മൾ അടുത്തൊരു പ്രോജക്റ്റിലേക്ക് കിടക്കുകയാണ്. നമുക്കിപ്പോൾ കൂടുതലായിട്ട് അഡ്മിഷനായിട്ട് വരുന്നത് ക്യാൻസർ രോഗികളാണ്. ഒരുപാട് ക്യാൻസർ രോഗികളുടെ അഡ്മിഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നഴ്സിംഗ് കെയർ കൊടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അപ്പോൾ അതുപോലെ കോമ സ്റ്റേജിൽ കഴിയുന്നവർ, ഇപ്പം അപകടത്തിലോ സ്ട്രോക്ക് വന്നിട്ടൊക്കെ റൈസ് ട്യൂബ് ഇട്ട് ഭക്ഷണം കൊടുക്കുന്നത് വരുന്നവർ, അങ്ങനെ ഇച്ചിരിയോടെ കെയർ വേണ്ട, നഴ്സിംഗ് കെയർ വേണ്ട ആളുകളുടെ ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നിർമ്മാണം നടത്തിയാലേ പറ്റുള്ളൂ. നമുക്കൊരു നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു 5 പേരെ എടുത്തുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. 5 പേർക്കുള്ള സംവിധാനം ആദ്യം ഒരുക്കിയിട്ട് പിന്നീട് ഒരു 5 പേർക്കൂടെ ഇടാവുന്ന രീതിയിൽ 10 പേർക്കുള്ള സംവിധാനം സൗകര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അല്പം കൂടെ ഒരു നഴ്സിംഗ് കെയർ കൊടുക്കാൻ പറ്റും. നല്ല അന്ത്യത്തിന് ഹോസ്പീസ് എന്ന് പറയും. ശരിക്കും ഒരു അവസാന സമയത്ത് നല്ലൊരു അന്ത്യത്തിലേക്ക് അവരെ കൊണ്ടുപോയി എത്തിക്കാനായിട്ട് പറ്റുമെന്നാണ് പ്രതീക്ഷ. ഒരു പ്രാർത്ഥനയാണ്. ഇനി കെട്ടിടം പണിയാനൊക്കെ ആയിട്ട് ഈ കെട്ടിടം പണിതുപോലെ ആരെങ്കിലുമൊക്കെ ഉദാരമായ സഹായങ്ങൾ കിട്ടിയാലേ നമുക്ക് സാധിക്കുള്ളൂ. 35 ലക്ഷം രൂപ നമ്മൾ ബിൽഡിങ്ങിൻ്റെ പണിക്ക് മാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. കാർഡിയാക് മോണിറ്റർ ഉൾപ്പെടെ അത്യാവശ്യം വേണ്ടതായ എക്യുപ്മെൻറ്റ്സും അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പറ്റുന്നത് പോലെ നിങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് വലിയൊരു സഹായമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമുക്ക് ഈ അടുത്ത കാലത്ത് ടീമുളന്തുരുത്തി ഒരു അറിഞ്ഞായിരുന്നു, ഒരു ആംബുലൻസ് ഒരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒരു കാറിലൊരു ഹൃദ്രോഗിയായിട്ടുള്ള അപ്പച്ചനെ കൊണ്ട് ഈ തിരക്കിനിടയിൽ എറണാകുളത്തേക്ക് പോകാനിടയായി. ലൈറ്റൊക്കെ ഇട്ടാണ് പോയത്. ഡോറിലെല്ലാം അടിച്ച് വെള്ളം ഉണ്ടാക്കിയൊക്കെ പോയത്. പക്ഷെ എത്തിക്കാൻ വലിയ പ്രയാസപ്പെട്ടു. പക്ഷേ മനുഷ്യൻ തിരിച്ച് ഇവനോട് കൊണ്ടുവരാൻ നമുക്ക് പറ്റി. പക്ഷേ അന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് തുടങ്ങിയതാണ് നമുക്കൊരു ആംബുലൻസ് എന്നുള്ളത്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ടീമുളന്തുരുത്തി ഗ്രൂപ്പ് അത് ഏറ്റെടുത്തു. അവർ നമുക്ക് സന്തോഷത്തോടെ അത് തരികയുണ്ടായി. പിന്നെ വേറെ 1-2 പേരോട് നമ്മൾ സഹായിച്ചിട്ടാണ് അത് നമുക്കിത് പുറത്തേക്ക് ആളുകൾക്ക് വേണ്ടിയൊക്കെ ആംബുലൻസ് കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഡ്രൈവറെ വെച്ച് ഓടിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പിന്നെ നമ്മൾ സാന്ത്വനം എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയുണ്ട്. അത് നമ്മൾ വീടുകളിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടതായ ഉപകരണങ്ങൾ കൊടുക്കുക. മെഡിക്കൽ ബെഡ് നമുക്ക് 11 മെഡിക്കൽ ബെഡുണ്ട്. അത് നമ്മൾ 11-12 ബെഡുണ്ട്. അപ്പം ആ 12 ബെഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ കൊടുക്കും. ഇനി സാമ്പത്തികം ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു കട്ടിൽ വേണം നമുക്കൊരു രോഗിക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അത് തിരിച്ചു കൊണ്ടുവരും, അടുത്തയാൾക്ക് കൊടുക്കും. അങ്ങനെ അതുപോലെ വീൽ ചെയറുണ്ട്, വാക്കറുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ സൗജന്യ ഊട്ടുപുര, ആഹാരം കൊടുക്കുന്ന ഒരു ഊട്ടുപുര എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മൊർത്തശ്മനി അമ്മ ഹാള്. അതെൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. അവിടെ അന്നൊരു കാലത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒത്തിരി വിഷമം ഉണ്ടായിരുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലത്ത് ഒരു അമ്മ ഇതിലെ സ്ഥിരമായിട്ട് വന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരു സമ്പന്ന കുടുംബത്തിലെ അമ്മയായിരുന്നു. അത് പിന്നീട് ആ കുടുംബം തകർന്നു പോയതുകൊണ്ടാണ് ആ അമ്മ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത്. അന്ന് നമ്മുടെ ഒരു ചെറിയ ചാർത്തിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിലൊക്കെ ആ അമ്മ വന്ന് പോകുമ്പോഴത്തേക്കിനും ഭക്ഷണം കഴിച്ചിട്ട് ആ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കുമായിരുന്നു. മോളെ, നീ ഒരു വീട് പണി ഒരു കാലത്ത്, നീ നന്നായി വരും മോളെ, അന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നീ പാവം അമ്മയെ മറക്കരുത്. ഞാൻ എന്നും ഓർക്കും, ദൈവമേ ആ അമ്മയൊക്കെ തന്ന അനുഗ്രഹമാണ് നീ പ്രസ്ഥാനമൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ കാര്യം, നീ അളക്കുന്ന അളവിനാൽ നിനക്ക് അളന്ന് കിട്ടുമെന്ന് പറയുന്നത്. ഞങ്ങളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് പോലും ഒരു കപ്പ് കഞ്ഞി കിടപ്പിലായ അമ്മ, ബോധാവസ്ഥയിലായിരുന്ന അമ്മ മിക്സിയിൽ അടിച്ചു കൊടുത്തപ്പോൾ അത് കുടിച്ചിട്ടാണ് മരിച്ചതെന്നുള്ളതാണ്. ശരി. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതും അളക്കുന്നതും ദൈവം നമ്പുരാൻ നമുക്ക് അളന്ന് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിന്തിച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം നമുക്ക് നടത്തുമ്പോൾ വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, വീടുകളിൽ ഇപ്പോൾ കൊണ്ടു കൊടുക്കാനും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ആഗ്രഹം കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് വയോധികരുള്ള വീട്ടിലൊക്കെ. പക്ഷേ നമ്മൾ ഇവിടെ വന്ന് സൗജന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എപ്പം വന്നാലും ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം നമ്മൾ വിശപ്പിന് ആഹാരം കൊടുത്തിട്ട് വിടും. അത് നമ്മുടെ ഒരു പോളിസിയാണ്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിങ്ങനെ പോകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന തുടർന്നുണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ശരിക്കും ചില സമയത്തൊക്കെ നമ്മൾ തളർന്നു പോകുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ കൂടെയുള്ള 12 സ്റ്റാഫാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അവർ സ്റ്റാഫെന്ന് പറയാൻ പറ്റത്തില്ല, ഇതിൻ്റെ 12 തൂണുകളാണെന്ന് പറയേണ്ടതായിട്ട് വരും. അതിൽ നഴ്സുമാരുണ്ട്, 3 പേര് ആഹാരം ഉണ്ടാക്കുന്നവരുണ്ട്. അവർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെളുപ്പിന് എത്ര മണിക്ക് എഴുന്നേറ്റിട്ടായിരിക്കും ഇവിടെ 7 മണിക്ക് എത്തണം. 6 മണിക്കെങ്കിലും അവർ, അല്ലെങ്കിൽ 6:15 അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നതായിരിക്കും.
അപ്പോൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും. അവരിവിടെ വന്ന് ജോലി ചെയ്തിട്ട് നമ്മൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ തുച്ഛമായൊരു ശമ്പളം കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞൊരു വലിയ ശമ്പളം കൊടുക്കണമെങ്കിൽ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ അതിനെ അനുവദിക്കുന്നില്ല സാമ്പത്തിക സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി കുറഞ്ഞ ശമ്പളം കൊടുക്കുന്നത്, എന്നാലും അത് പരമാവധി സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇവരെ അമ്മയപ്പച്ചന്മാരെ, സ്വന്തം അപ്പച്ചന്മാരമ്മമാരായിട്ട് ശുശ്രൂഷിക്കുന്നവരാണ് ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുന്നവർ. എനിക്ക് തീർച്ചയായിട്ടും ഇവിടെ ആളുകൾ വരുമ്പോൾ പറയാറുള്ളൊരു കാര്യം വൃത്തിയുണ്ടെന്നുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ പലപ്പോഴും ഒത്തിരി പേര് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്. നമ്മളത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ് വൃത്തിയുടെ കാര്യം. ദിവസത്തിൽ 3 പ്രാവശ്യം നമ്മളിത് ക്ലീൻ തുടയ്ക്കും. ഇവരെ എല്ലാവരും നമ്മൾ ദിവസവും കുളിപ്പിക്കും. കിടപ്പുരോഗികൾ എത്ര കിടപ്പുരോഗിയാണെങ്കിലും നമ്മൾ വീൽ ചെയറിൽ 2 പേര് കൂടി എടുത്ത് കൊണ്ടുപോയി വീൽ ചെയറിൽ കൊണ്ട് കുളിപ്പിക്കും. അവർക്ക് ദിവസവും അലക്കിയ വസ്ത്രം കൊടുക്കും. കിടക്കുന്ന ബെഡ്ഷീറ്റ് എല്ലാം ദിവസവും മാറ്റി വിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ദിവസവും പരിശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന മെനു ആണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാറ്. ഇത്രയൊക്കെ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, മനുഷ്യരെ കൊണ്ട് എന്ത് സാധിക്കും? മനുഷ്യനൊന്നിനും കഴിവില്ലാത്തവനാണ്. ഈ കഴിവില്ലാത്ത മനുഷ്യർക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായൊരു ശക്തി നടത്തിപ്പോവാണ്. പിന്നെ അനേകരുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ നമുക്ക് സഹായമായി തീരുന്നുണ്ട്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർ. ചില സമയത്തൊക്കെ മനസ്സിന് വിഷമമൊക്കെ ഉണ്ടാവും. ചില സമയത്തൊക്കെ ആളുകൾ പലതും പറയും. ചില സമയത്തൊക്കെ ആദ്യകാലത്തൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ചിലർ പറയും ഇങ്ങനെ പണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്, അച്ഛൻ ഇതിലൂടെയൊക്കെ സമ്പത്ത് ഒരുപാട് പൈസ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിൽ കറയില്ലാത്തോളത്തോളം കാണും. അല്ലെങ്കിൽ എനിക്കുള്ള സമ്പത്ത് എനിക്ക് ശരിക്കും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചതായ ഭൂമി അങ്ങനെയാണ് ഞാനൊരു ട്രസ്റ്റിൽ ഉപയോഗിച്ച് അതിലേക്ക് എഴുതി വെച്ചു. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഇനി അത് ആർക്കും കൊടുക്കാനുമില്ല എനിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിനി അതിനെക്കുറിച്ച് ഞാനതിൽ ഭാരപ്പെട്ട് പറയുന്നു, അവർ പറയട്ടെ എന്നാണ് കരുതുന്നത്. ചില സമയത്തൊക്കെ വിഷമവും സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. നമുക്കൊരു ലഭിക്കുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. എന്നും കിടക്കുമ്പോൾ ദൈവം നമുക്കൊരു സന്തോഷം, അല്ലെങ്കിൽ ഇത്രയും ദൈവം നമുക്ക് ചെയ്യാൻ സഹായിച്ചല്ലോ എന്ന് ഓർത്ത്